പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും ചേർന്ന് ഇന്ന് ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കൃപാനിധിയായ സ്വർഗസ്ഥ പിതാവേ, നിശ്ചയിക്കപ്പെട്ട ഈ സമയത്ത് അങ്ങയുടെ വിശുദ്ധ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങൾ ഈ പ്രാർത്ഥന വിനയപൂർവ്വം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നീതിയാലല്ല, മറിച്ച് അങ്ങയുടെ സമൃദ്ധമായ കരുണയാൽ മാത്രം ഉപവാസത്തോടും പാപസമ്മതത്തോടും കൂടെ അങ്ങയെ അന്വേഷിച്ച ദാനിയേലിനെ പോലെയും തൻ്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിച്ച എസ്തേറിനെ പോലെയും അങ്ങയുടെ പുരാതന ദാസന്മാരെ പോലെ ഞങ്ങൾ പൂർണ്ണമായി കീഴടങ്ങിക്കൊണ്ട് ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്കും കഷ്ടപ്പെടുന്നവർക്കും അങ്ങേക്ക് മാത്രം അറിയാവുന്ന എല്ലാ രഹസ്യ കണ്ണുനീരിനും വേണ്ടി ഞങ്ങൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ പ്രാർത്ഥന ഒരു പ്രസാദകരമായ വഴിപാടായി സ്വീകരിക്കണമേ. ഇത് അങ്ങയുടെ സന്നിധിയിൽ ധൂപം പോലെ ഉയരട്ടെ. സങ്കീർത്തനം 141:2. അങ്ങയുടെ കരുണ ന്യായവിധിയെ ജയിക്കട്ടെ. അങ്ങയുടെ വാത്സല്യം ഭൂമിയിലുടനീളം നിറയട്ടെ. ദിവ്യനായ സ്വർഗസ്ഥ പിതാവേ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേൾക്കുന്നവനും രഹസ്യമായി വീഴുന്ന കണ്ണുനീർ കാണുന്നവനുമായുള്ളവേ, ഈ നിമിഷം ഞങ്ങൾ വിനയത്തോടും ഭക്തിയോടും കൂടെ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഹിസ്കിയ രാജാവ് തൻ്റെ ഭാരങ്ങൾ അങ്ങയുടെ മുൻപിൽ നിരത്തിവെച്ചതുപോലെ ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിശബ്ദമായ പോരാട്ടങ്ങളും ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപാലുവും ദയാലുവും കോപത്തിന് താമസമുള്ളവനും കരുണയിൽ സമ്പന്നനുമാകുന്നു. സങ്കീർത്തനം 103:8. ഞങ്ങൾ മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടാനല്ല, മറിച്ച് അങ്ങയുടെ കൃപയ്ക്കായി ദാഹിച്ചും കൊണ്ട് ശിരസ് നമിക്കാനാണ് വരുന്നത്. കാരണം ഞങ്ങളെല്ലാവരും അങ്ങയുടെ കരുണയ്ക്ക് അർഹരാകേണ്ടവരാണ്. ദൈവമായ കർത്താവെ, നിനവയിലെ നിവാസികൾ അനുതാപത്തോടെ അങ്ങയിലേക്ക് തിരിയുകയും കരുണ കണ്ടെത്തുകയും ചെയ്തതുപോലെ ഈ ലോകത്തിനു മേൽ അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ നിലവിളിക്കുന്നു. യുദ്ധങ്ങൾക്കും അശാന്തിക്കും രോഗങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഇടയിൽ അങ്ങയുടെ ശക്തമായ കരം നീട്ടി അങ്ങേക്ക് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം നൽകണമേ എന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്വേഷത്തിൻ്റെ ശബ്ദങ്ങളെ നിശബ്ദമാക്കണമേ. ഭിന്നതയുടെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കണമേ. അങ്ങയുടെ നീതി ഒരു നദി പോലെ രാഷ്ട്രങ്ങളിലുടനീളം ഒഴുകുമാറാകണമേ. ഭയം വേരൂന്നിയ ഇടങ്ങളിൽ വിശ്വാസം നട്ടുപിടിപ്പിക്കുമാറാകണമേ. ഇരുൾ പടർന്ന ഇടങ്ങളിൽ അങ്ങയുടെ ജനത്തിലൂടെ പ്രകാശം പരത്തണമേ. വിനയത്തോടെ നടക്കുവാനും കരുണയെ സ്നേഹിക്കുവാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങയുടെ ഇഷ്ടം തേടാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കരുണാമയനായ ദൈവമേ, അങ്ങേക്ക് മാത്രം അറിയാവുന്ന രീതിയിൽ കഷ്ടപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സ്മരിക്കുന്നു. നിരാശയുടെ അറ്റത്ത് എത്തി നിൽക്കുന്ന യുവജീവിതങ്ങളെ അവിടുന്ന് കാണുന്നുവല്ലോ. കർത്താവെ, അവർക്ക് അഭയവും കരുത്തും നൽകണമേ. അദൃശ്യമായ ഭാരങ്ങളാൽ തളർന്ന യുവാക്കളുടെ ആത്മാക്കളോട് സമാധാനം സംസാരിക്കണമേ. നിശബ്ദമായ വേദന പേറുന്ന അമ്മമാരെയും സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ദമ്പതികളെയും രോഗക്കിടയ്ക്ക് അരികിലിരിക്കുന്ന കുടുംബങ്ങളെയും വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത് ഹൃദയം തകരുന്ന മാതാപിതാക്കളെയും അവിടുന്ന് കാണുന്നുണ്ടല്ലോ. കഷ്ടതകളിൽ നിലവിളിച്ച തോബീത്തിനെ പോലെ മുറിവേറ്റ ഈ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ കേൾക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഓരോ വീടുകളിലും ആശുപത്രി മുറികളിലും തടവറകളിലും അസ്വസ്ഥമായ മനസ്സുകളിലും പ്രവേശിക്കുമാറാകണമേ. കരുണയുടെ ദൈവമേ, അവിടുന്ന് യൂദത്തിന് ധൈര്യം നൽകി ശക്തിപ്പെടുത്തുകയും കഷ്ടതയിൽ തൻ്റെ ജനത്തെ രക്ഷിക്കുകയും ചെയ്തതുപോലെ നിസ്സഹായർക്കും തളർന്നവർക്കും വേണ്ടി ഇപ്പോൾ എഴുന്നേൽക്കണമേ.
രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും നിരാശരായവർക്ക് പ്രത്യാശയും പകരണമേ. നിരാശയുടെ ചങ്ങലകൾ പൊട്ടിക്കണമേ. ഉത്കണ്ഠയുടെ ഭാരം നീക്കണമേ. ദുഃഖം തങ്ങി നിൽക്കുന്ന ഇടങ്ങളിൽ സന്തോഷം പുനഃസ്ഥാപിക്കണമേ. ഓരോ കണ്ണുനീരും ഒരു സാക്ഷ്യമായും ഓരോ പരീക്ഷണവും അങ്ങയുടെ മഹത്വത്തിലേക്കുള്ള പാതയായും മാറട്ടെ. സമാധാനത്തിൻ്റെ കർത്താവെ, സംഘർഷങ്ങളിൽ അകപ്പെട്ട രാജ്യങ്ങളെ, പ്രത്യേകിച്ച് യുക്രൈനെയും ഇറാനെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ സംഘർഷങ്ങൾ ആ നാട്ടുകാരെ മാത്രമല്ല, ലോകത്തെ മുഴുവനും ബാധിക്കുന്നു. സമാധാന പ്രഭുവെ, അങ്ങയുടെ ദിവ്യാധികാരത്താൽ ഇടപെടണമേ. ആയുധങ്ങളെ നിശബ്ദമാക്കണമേ. വാതിലുകൾ തുറന്ന് കൊടുക്കണമേ. നാശമുള്ളിടത്ത് പുനരുദ്ധാരണവും ഭയമുള്ളിടത്ത് പ്രത്യാശയും ദുഃഖമുള്ളിടത്ത് ആശ്വാസവും നൽകണമേ. കോപത്തിനു മേൽ ജ്ഞാനവും പ്രതികാരത്തിനു മേൽ കരുണയും വിജയം വരിക്കുമാറാകണമേ. പണ്ട് രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ അവിടുന്ന് തിരിച്ചതുപോലെ ജനതകളുടെ ഹൃദയങ്ങളെ സമാധാനത്തിലേക്ക് തിരിക്കുമാറാകണമേ. ദൈവമായ കർത്താവെ, ക്ഷമയും ദയയും ആഴമായ അനുകമ്പയുമുള്ള ഹൃദയങ്ങൾ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഈ തകർന്ന ലോകത്ത് അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി മാറുവാൻ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ. അവിടുന്ന് ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കാനും അവിടുന്ന് സേവിക്കുന്നത് പോലെ സേവിക്കുവാനും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത സാഹചര്യങ്ങളിലും അങ്ങയെ വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും നയിക്കുമാറാകണമേ. വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളെല്ലാം അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ പൂർണ്ണമായ ഇഷ്ടത്തിലും സമയത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ നാമം സ്വർഗത്തിലും ഭൂമിയിലും മഹത്വപ്പെടുമാറാകണമേ. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമാറാകണമേ. ജീവിതങ്ങൾ സുഖപ്പെടുമാറാകണമേ. ഹൃദയങ്ങൾ പുതുക്കപ്പെടുമാറാകണമേ. രാജ്യവും ശക്തിയും സ്തുതിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ.